പ്രിയപ്പെട്ടവരെ, ഗ്രീൻ റൂമിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആയിരിക്കുന്നത് കോട്ടയത്തെ കർമ്മലിത്ത മിണ്ടാമഠത്തിലാണ്. വിജയപുരം രൂപതയുടെ കീഴിലുള്ള ഒരു മഠമാണിത്. ഈ മഠം സ്ഥാപിതമായതിൻ്റെ 90ാമത്തെ വർഷമാണിത്. 90 വർഷങ്ങൾക്ക് മുൻപ് സ്പെയിനിൽ നിന്ന് 8 കർമ്മലീത്ത സന്യാസിനികൾ ഇവിടെ വന്ന് ഈ മഠം സ്ഥാപിക്കുകയായിരുന്നു. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും ഒക്കെ ഒരു അന്തരീക്ഷം നമുക്കും ഒരു ആത്മീയ അനുഭൂതി പകർന്നു നൽകുന്നുണ്ട്. എല്ലാ എപ്പിസോഡിലെയും പോലെ സിസ്റ്റേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയില്ല. അവരവരുടെ ആവൃത്തിക്കുള്ളിലാണ്. പ്രത്യേക അനുവാദത്തോടെയും പ്രത്യേക സാഹചര്യത്തിലും ഒക്കെ മാത്രമേ നമുക്ക് സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് എത്താവുന്ന ചില വിസിറ്റേഴ്സിൻ്റെ റൂമിലൂടെയൊക്കെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ മഠമൊക്കെ കാണാൻ നമുക്ക് പറ്റും. ഈ സിസ്റ്റേഴ്സ് മുഴുവൻ സമയവും പ്രാർത്ഥനയിലും ദൈവസ്നേഹ അനുഭൂതിയിലും ആയിരുന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർമ്മലീത്ത സന്യാസിനികളാണ്. നമുക്ക് മഠത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഈ മിണ്ടാമഠത്തിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സിസ്റ്റേഴ്സിനോട് സംസാരിക്കാൻ നമുക്ക് അനുവാദം ഇല്ലയെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ മാതാപിതാക്കളുണ്ട്. 2 സിസ്റ്റേഴ്സിൻ്റെ കുടുംബം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സിസ്റ്ററുടെ അപ്പച്ചനും ഒരു സിസ്റ്ററുടെ അമ്മയും നമ്മളോട് സംസാരിക്കും. അവരെങ്ങനെയാണ് മക്കളെ ഈ ദൈവ വിളി അനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ട് വന്നതെന്നും അവരുടെ മക്കളുടെ ദൈവവിളി അനുഭവം എല്ലാം ഈ മാതാപിതാക്കളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം ആ കുടുംബങ്ങളുടെ അനുഭവം നമുക്ക് കേൾക്കാം. നമ്മുടെ കൂടെയുള്ളത് ഈ മിണ്ടാമഠത്തിലെ തന്നെ ഒരു സിസ്റ്ററുടെ അപ്പച്ചനാണ്. അപ്പം അപ്പച്ചനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് എഡ്വിൻ ജോസഫ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷെറിൽ എഡ്വിൻ എന്നാണ്. ലൈറ്റ് മരിച്ചുപോയി. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു 8-9 മാസമായിട്ടുള്ളൂ. പെട്ടെന്നൊരു കിഡ്നിക്ക് പ്രോബ്ലം വന്ന് മരിച്ചു പോയതാണ്. എനിക്ക് 2 പിള്ളേരാണ്. അതിൽ ഒരു മോനും ഒരു മോളും. മോനാണ് ഇവിടെ ആദിത്യ ബിർളയിൽ വർക്ക് ചെയ്യുന്നതാണ്. മോള് മിണ്ടാമഠത്തിൽ ചേർന്ന് അവിടുത്തെ സിസ്റ്ററായിട്ട് ജീവിക്കുകയാണ്. എത്ര വർഷമായി മിണ്ടാമഠത്തിൽ? ഇപ്പോൾ പോയിട്ടായിട്ട് ഒരു 12 വർഷമായി അവൾ ചേർന്നിട്ട്. എൻ്റെ ശരിക്കും വീട് കൊച്ചിയിലാണ്. ഞാൻ ബിസിനസ് സംബന്ധ കാര്യത്തിലാണ് കോട്ടയത്ത് വന്നത്. കോട്ടയത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മിണ്ടാമഠത്തിൽ മോളിൽ ചേർന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയത്. ഒത്തിരി നല്ല ദൈവവിളികൾ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണല്ലോ ഇത്. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ആണെങ്കിലും നമുക്ക് കാണാം കുടുംബങ്ങൾ ദൈവവിളികൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മിണ്ടാമഠം എന്ന് പറയുമ്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ആത്മീയത, ഒരു ജീവിത രീതിയൊക്കെ പിന്തുടരുന്ന ഒരു സന്യാസ സമൂഹം. അപ്പം മോള് മിണ്ടാമഠത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് നിങ്ങളതിനെ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് ഈ മിണ്ടാമഠം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഈ കോൺവെൻറ്റ് ഇവിടെ കോട്ടയത്ത് ഉണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ മോളത് പറഞ്ഞ് മിണ്ടാമഠത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞേക്കാട്ടും കൂടുതൽ എൻ്റെ വൈഫിനോടാണ് പറഞ്ഞത്. അപ്പോൾ അവൾ ചെറുപ്പം മുതൽ തന്നെ കുറച്ച് ദൈവഭക്തിയിലേക്ക് ജീവിച്ച് വളർന്നതാണ്. എൻ്റെ 2 പിള്ളേരും പ്രാർത്ഥനയിലേക്ക് പോകും, സമ്മതിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വളർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൾ ഇത് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളെ സിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമാണ് മോള്. പള്ളിയിൽ വരും, അങ്ങനെ ആയിട്ട് ഭയങ്കര എല്ലാ അടുപ്പമൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഇവളോട് പറഞ്ഞത് മദർ തെരേസ കോൺവെൻറ്റിലെ സിസ്റ്റർ അവരെ വിളിച്ച് അവിടുത്തെ കോൺവെൻറ്റിൽ ചേരാം എന്ന് പറഞ്ഞ് വിളിച്ചത്. അങ്ങനെയാണ് അവിടെ പോയിട്ട് അവർ എറണാകുളത്തെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതെല്ലാം കാണിച്ചെല്ലാം കണ്ടിട്ട് അവൾ തിരിച്ച് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് എനിക്കത് പോകാൻ പറ്റത്തില്ല, എന്തോന്നറിയില്ല, എനിക്കത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. അങ്ങനെയാണ് മോളെ അതിൽ വിട്ട്. പിന്നെ കുറേ നാളത്തെ കണക്കൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് വൈഫിനോട് പറഞ്ഞത് മിണ്ടാമഠത്തിലോട്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കും എന്നോട് അധികം പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ വേണ്ടാന്ന് പറയില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്നോടൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് വൈഫ് ഒരു ദിവസം എന്നോട് പറഞ്ഞു അവളിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൾ കുറച്ച് പ്രാർത്ഥനയും കൗൺസിലിങ്ങും എല്ലാം ചെയ്യുമായിരുന്നു. പ്രെയർ ഗ്രൂപ്പിൽ പോയിട്ട്
അതിലൊക്കെ അവൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ ഡാഡാ പോട്ടെ ഞാനത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് മോൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എനിക്കൊന്നും അങ്ങോട്ട് വേറെ ഒന്നും പറയാൻ തോന്നിയില്ല എനിക്ക്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാമായിരുന്നു, മിണ്ടാമടം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിനു മുമ്പ് ദൈവം എനിക്ക് ഈ മിണ്ടാമടം എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തന്നെ ഒരു സ്വപ്നത്തിൽ കൂടി. അവിടുത്തെ സിസ്റ്റേഴ്സ് പോകുന്നതും അവരെങ്ങനെയാണ് നടക്കുന്നതും എല്ലാം എന്നെ ഞാൻ കണ്ട്. ഞാൻ എൻ്റെ വൈഫിനോട് പറയുകയും ചെയ്തു, ഇങ്ങനെയാണ് കണ്ടെന്ന് പറഞ്ഞു. പറയുന്നതിന് മുന്നേ പറയുന്ന ഒത്തിരി മാസങ്ങൾക്ക് മുൻപ്, ഒരു 6-7 മാസത്തിന് മുമ്പ് ഞാൻ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നത് എങ്ങനെ കാണുന്നത് മിണ്ടാമടം തന്നെ. അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ വരിവരിയായിട്ട് ഇങ്ങനെ പോകുന്നതും തിരികെ കത്തി പിടിച്ച് പോകുന്നതും എല്ലാം കാണുന്നത്, അവിടുത്തെ ക്രോസ് അതെല്ലാം ശരിക്കും ഞാൻ കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ വൈഫിനോട് പറയുകയും ചെയ്ത്. അത് കഴിഞ്ഞ് ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മുകളിൽ ഇത് പറഞ്ഞത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അവൾ എന്നിട്ട് അച്ഛനടുത്ത് ചെന്ന്, നമ്മളുടെ പള്ളിയിൽ അച്ഛനുമായിട്ട് ചെന്നിട്ടാണ് കോൺവെൻറ്റിൽ ചെല്ലുന്നത്. മദറിനോട് സംസാരിച്ച്, മദർ പറഞ്ഞ് ഡാഡിയും മമ്മിയൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളെ ചെന്ന് സംസാരിച്ച് പോകുന്നത്. ആഷ്ലി പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള മഠങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ജീവിത ശൈലിയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉള്ള ഒരു മഠമാണല്ലോ മിണ്ടാമഠം. അപ്പോൾ സിസ്റ്ററിനെ എന്തായിരിക്കും ഈ ഒരു മിണ്ടാമഠത്തിലേക്ക് പോകാൻ ആകർഷിച്ചതെന്ന് അപ്പച്ചന് പറയാനുള്ളത്? അത് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല എന്താണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഒരു കാര്യം. പക്ഷേ അവൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, അവൾ കൊച്ചു ത്രേസ്യയുടെ ബുക്ക് ഫുൾ ഡീറ്റെയിൽസ് വായിക്കുമായിരുന്നു. നവമാലിക. അത് ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോൾ അവൾക്കൊരു ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. ആ ബുക്ക് അവൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു പ്രചോദനം തോന്നിയത്, ഇതിലേക്ക് പോകണം, ഇതിൽ തന്നെയാണ് എൻ്റെ വിളി എന്ന് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് അതിൽ മിണ്ടാമഠത്തിലോട്ട് കയറുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ബിഷപ്പിൻ്റെ അടുത്ത് പോകണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് ബിഷപ്പും പറഞ്ഞു ഇവൾ ഭയങ്കര ആക്ടിവിറ്റി ഓരോ കാര്യത്തിന് വേണ്ടി, പ്രസംഗത്തിന് അങ്ങനെ ഡാൻസ്, പ്രസംഗം, മറ്റേ മോണാക്ട്, അങ്ങനെ ഒത്തിരി കാര്യത്തിലേക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞ്, ഞാനങ്ങനെ ശരിക്കും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയണത് മോള് വേറെ ഒരു കോൺവെൻറ്റിലോട്ട് ചേരാമെന്നാണ് പറഞ്ഞത്. അവിടെ ആകുമ്പോൾ ഇത്രയും കൂടി ആ രീതിയിൽ എടുക്കാമല്ലോ, ഇവളുടെ കഴിവുകളൊക്കെ കുറച്ചും കൂടി ഇതാക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവൾ പറഞ്ഞു എൻ്റെ വിളി ഇതാണ്, മിണ്ടാമഠമാണ്, എനിക്ക് അതിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് മിണ്ടാമഠത്തിൽ തന്നെ ഉറപ്പിച്ചത്. അങ്ങനെ പിതാവും പറഞ്ഞാൽ പിന്നെ മോളുടെ ഇഷ്ടം ആകട്ടെ, അങ്ങനെ ആയിക്കോട്ടാന്ന് പറഞ്ഞു. അത് എന്നെ പിതാവ് ആ പ്രൊഫഷന്റെ പ്രസംഗ സമയത്ത് പറഞ്ഞു എന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടു. പിതാവ് +1 പഠിക്കുമ്പോഴല്ലേ പോയത്, +2 കംപ്ലീറ്റ് ചെയ്തില്ല. അത്രയും സ്ട്രോങ് കൺവിക്ഷൻ ആയിരുന്നു സിസ്റ്റർക്ക്. അപ്പൊ പിതാവ് ഇങ്ങനെ പ്രൊഫഷന് പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. പിതാവ് ചോദിച്ചു, മോളെ നിനക്ക് +2 കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചാൽ +1 കഴിയുമ്പം എന്റെ ദൈവവിളി പോയ പിതാവ് ഉത്തരം പറയാമെന്ന് ചോദിച്ചപ്പം പിതാവ് തന്നെ പറഞ്ഞു, ആ പൊക്കോന്ന്. അങ്ങനെ ഒരു കൺവിക്ഷനോട് കൂടിയാണല്ലേ മിണ്ടാമഠത്തിലേക്ക്. ഞങ്ങളും പറഞ്ഞു, മദറും പറഞ്ഞു അവിടെ ചെന്നപ്പോൾ കുറച്ചുകൂടി പഠിച്ചിട്ടൊക്കെ പോവാം. അപ്പോൾ അവൾ ചോദിച്ചതിന് ഇവിടെ പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകുന്ന ചോദിച്ചു. ഇവിടെ വേറെ വല്ല ജോലിയൊന്നും ഇല്ലല്ലോ, ഇവിടെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അതല്ലേ ജോലി, അത് ഞാൻ ചെയ്തോളാം മദറേന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഇത്രയും ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് സിസ്റ്റർ ജീവിക്കുകയാണല്ലേ. അതെ. ഈ നവമാലികയെ കുറിച്ച് ഒത്തിരി പേരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിണ്ടാമഠത്തിന് അങ്ങനെ വൊക്കേഷൻ പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ, പക്ഷെ നവമാലികയാണ് മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിന്റെ വൊക്കേഷൻ പ്രൊമോട്ടർ എന്ന് ഇങ്ങനെ തമാശക്ക് എല്ലാവരും പറയും. കൊച്ചു ത്രേസ്യയുടെ ജീവിത രീതി പിന്തുടർന്ന് മദറേനെ പറയുന്നത് ആ കൊച്ചു ത്രേസ്യയുടെ ബുക്കിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉള്ള എല്ലാ സിസ്റ്ററിനെക്കാളും കൂടുതൽ ഇവർക്ക് അറിയാം. ഇവളാണ് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. മോളാണ് അവരോട് എല്ലാവരും പറഞ്ഞു കൊടുക്കുക. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മദർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ആ മദർ പറയും മോളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിനുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് ഇല്ലായിരുന്നു. പക്ഷേ ദൈവം അവർക്ക് അതിൻ്റെ 4 ഇരട്ടി ക്വാളിഫിക്കേഷനാണ് കൊടുത്തേക്കണത്. ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാ ലാംഗ്വേജ് ആളുകളും എല്ലാം സംസാരിക്കാനും എല്ലാം. ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴേക്കും അതിൻ്റെ കളിയാക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. പക്ഷേ അത്രയും ബോറായിരുന്നു അവൾ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഓരോ ലാംഗ്വേജും പഠിച്ച് അവൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ അത്രയും വലിയൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിന് എത്രമാത്രം ദൈവസ്നേഹത്തിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആഴപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൊച്ചു ത്രേസ്യ 14-ാമത്തെ വയസ്സിലല്ലേ മാപ്പാപ്പയുടെ സ്പെഷ്യൽ പെർമിഷനോടെ മിണ്ടാമഠത്തിലേക്ക് കയറി. അതുപോലെ കേരളത്തിലും ഇങ്ങനെ സംഭവിക്കുന്നു. അവൾ പറഞ്ഞു കൊച്ചു ത്രേസ്യ ഈ 14 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ എനിക്ക് പോകാൻ പാടില്ലേ, എനിക്ക് 16 വയസ്സായല്ലോ, എനിക്ക് പോകാൻ എന്താ കുഴപ്പമാണെന്ന് ചോദിച്ചു. അതിന് ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സും മറ്റുള്ള കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് കേസ് കൊടുക്കാൻ വേണ്ടി പോലും പോയിരുന്നു. അത്രയും വലിയൊരു ഇതായിട്ട് ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും അറിഞ്ഞില്ല അത്. പിന്നീട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം എന്താ, ദൈവം വിളിച്ചതാണെങ്കിൽ അതിലൊരു പ്രോബ്ലം വരത്തില്ല ഇതിൽ.
അങ്ങനെ മോളിൽ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പക്ഷേ ഇവരെല്ലാവരും തന്നെ ആ കേസിൽ നിന്നെല്ലാം പിന്മാറി. ഇപ്പം എല്ലാവരും അവളുടെ കൂടെ നടക്കണേ, അവൾ വേണം എല്ലാ കാര്യത്തിനും, ആ രീതിയിലായി ഇപ്പം പ്രാർത്ഥിക്കാനായിട്ട്. അതെ. സിസ്റ്ററിന്റെ അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അമ്മ നല്ലോണം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു? അപ്പോൾ എങ്ങനെയായിരുന്നു? എന്നെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് വൈഫായിരുന്നു അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിച്ചു. അതിൻ്റെ സപ്പോർട്ട് മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്നു ചേച്ചി. അപ്പോൾ എന്നോടും പറഞ്ഞ് ഇരിക്കുന്ന കാര്യം അതായിരുന്നു, ഡാഡ ഒന്നും വിഷമിക്കേണ്ട, മുകളിൽ ഇഷ്ടം അതാണെങ്കിൽ ദൈവം കൊടുത്തേക്കണ ഒരു ഇതായിരിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി 2 തൊട്ട് 3 വരെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മോൾക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശക്തി കൊണ്ടാണ് മോൾ ഇത്രയും ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെ പിടിച്ച് നിൽക്കുന്നത്. ഒത്തിരി ഇതുണ്ടല്ലോ, ഒത്തിരി നമ്മളെ സാധാരണ ഒരു കോൺവെൻറ്റ് പോലെയൊന്നും അല്ലല്ലോ അതവിടെ. ഒത്തിരി ഇതൊക്കെ ഉണ്ട്, മറ്റ് ഫെസിലിറ്റീസൊക്കെ ഒത്തിരി കുറവുകളുണ്ട്, ഫാനില്ല, ബെഡില്ല, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസൊക്കെ ഉണ്ട്. അതെല്ലാം തരണം ചെയ്ത് അവൾ എന്നാൽ ഭയങ്കര ചൂടാകുമ്പോൾ അവൾക്ക് നിൽക്കാൻ പറ്റത്തില്ല വിയർപ്പ് കൊണ്ട്. പക്ഷേ ഇതെല്ലാം അവൾ കുഴപ്പമില്ല, എനിക്ക് നല്ല സുഖമാണെന്നാണ് പറയണത്. അത് ചെല്ലുമ്പോൾ ഭയങ്കര ചിരിയും സന്തോഷമൊക്കെ, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഫാമിലിയോടെ ഇപ്പം അപ്പച്ചനാണെങ്കിലും എല്ലാവരും സിസ്റ്റർ ആ ഒരു മിണ്ടാമടത്തിലായതിൽ പൂർണ്ണമായും സന്തോഷിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ദൈവം ആ ഒരു വിളി സിസ്റ്ററിന് കൊടുത്തത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. മിണ്ടാമടത്തിലേക്കുള്ള ഒരു വിളി ഒരു പ്രത്യേക വിളിയാണല്ലോ, അതിനുവേണ്ടി തമ്പുരാൻ തെരഞ്ഞെടുക്കുന്നവരെയാണല്ലോ ആ ഒരു ആത്മീയതയിലേക്ക് വിളിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് അഭിമാനിക്കാം. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ഒരു ഇറിറ്റേഷൻ തോന്നും. ആ മതൽക്കെട്ടും അങ്ങനെയുള്ളതൊക്കെ ഇത്രയും ജയിൽ പോലെയാണല്ലോ. ഞാനും ചോദിച്ചിട്ടുണ്ട് മോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ, ഈ ജയിലിനകത്താണ് മോളെ നീ ചെല്ലണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഇതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ വസതി ഇതാണെന്ന് അവൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാകാൻ എനിക്ക്. അവിടെ ഇപ്പോഴും അതുപോലെ തന്നെ, ഇപ്പോൾ ചെന്നാലും അതുപോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മോളാണ് എനിക്ക് കിട്ടിയേക്കണത്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിരിക്കും അത് എനിക്കും എൻ്റെ കുടുംബത്തിനും. അമ്മ മരിച്ചിട്ട് 1 വർഷം ആകുന്നതല്ലേ ഉള്ളൂ. അപ്പം വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു ഇപ്പം അപ്പച്ചൻ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒത്തിരി സ്പിരിച്വലി സിസ്റ്ററിൻ്റെ ആ ഒരു ഫോർമേഷൻ്റെ സമയത്തും സിസ്റ്ററിൻ്റെ ദൈവവിളിയിലൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒരാളായിരിക്കും അമ്മ അല്ലേ? അപ്പം അമ്മ മരിച്ച ആ ഒരു സമയത്ത് സിസ്റ്ററിന് അമ്മേനെ കാണാനുള്ള അനുവാദമോ അല്ലെങ്കിൽ സിസ്റ്ററിന് അങ്ങനെയൊക്കെ പറ്റിയിരുന്നോ ആ സമയത്ത്? ഇല്ല, അങ്ങനെ പറ്റത്തില്ല എന്ന് ഞങ്ങൾ മോളെ ആക്കാൻ നേരത്ത് തന്നെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഉണ്ട്, അതെല്ലാം മദർ പറഞ്ഞിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഫ്യൂച്ചറിൽ അതൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടും, ഇത്തിരി കൂടി ഫ്രീഡം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ആ പഴയ പോലെ തന്നെ ഇപ്പോഴും പോകുന്നത് എല്ലാ സിസ്റ്റേഴ്സും. മരിക്കാൻ നേരത്ത് എൻ്റെ വൈഫാണെങ്കിൽ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി സപ്പോർട്ടെല്ലാം ചെയ്യുന്ന വൈഫാണ് കൂടുതലും. അപ്പോൾ മരിക്കുന്ന സമയത്ത് മോളോട് ചോദിച്ച് കാണാൻ വരണോ അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ മോള് പറഞ്ഞത് അങ്ങനത്തെ ഞങ്ങൾക്കൊരു നിയമമില്ല കാണാൻ, ഞാൻ മമ്മിനെ കാണുന്നത് സ്വർഗത്ത് വെച്ച് കണ്ടോളാം എന്നാണ് പറയണത്. അതാണ്. പിന്നെ അവൾ ഉപയോഗിക്കുന്ന ഒരു ക്രോസ് ഉണ്ട്, കുരിശും കൊന്തയും, അത് ഈ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഞങ്ങൾക്ക് തന്നു വിടും, ആരത്തും കൊടുത്തു വിടും അത്. എന്നിട്ട് മമ്മി മരിക്കണ സമയത്ത് അത് നമ്മളെ കുരിശ് നെഞ്ചത്ത് വെക്കും. അതാണ് അവസാനമായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞങ്ങനെ എൻ്റെ എല്ലാ പ്രസൻസും അതിലുണ്ട്, ആ കുരിശിലും കൊന്തയിലും ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ആടെ വിഷമിക്കേണ്ട, ഞാനവിടെ ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഞാൻ ചോദിച്ച് മമ്മീനെ കൊണ്ടുവരുമ്പോൾ അവിടെ കൊണ്ടു നിർത്താം ഈ പള്ളിയുടെ മുൻപിൽ, ആ മോളൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വേണ്ട ഡാഡാ. അങ്ങനെ ഞാൻ ഈ ജീസസുമായിട്ടൊരു ഇതുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്, യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞങ്ങൾ. വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈശോയാണ് ഞങ്ങളെല്ലാം. ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് വലിയൊരു സന്തോഷം, നിങ്ങൾക്ക് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്തൊരു വലിയൊരു ഹാപ്പിനെസ്സാണ് അത് അവരുടെ ആ ജീവിതത്തിൽ അത്. അപ്പോൾ അതുകൊണ്ട് ഡാഡ അവിടെ നിർത്തിക്കോ, പക്ഷേ ഞാൻ കാണാൻ വരത്തില്ല, ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആ ഇതിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അവൾ കണ്ടില്ലെന്ന് അറിയില്ല. ഞങ്ങൾ ഒരു 5 മിനിറ്റ് അച്ഛൻ ഇവിടെ നിർത്താമെന്നുണ്ട്, അവിടെ നിർത്തി 5 മിനിറ്റ് അവിടെ നിർത്തിയിട്ടാണ് പള്ളിയിലോട്ട് കൊണ്ടുപോയത്. സ്വർഗത്തിലിരുന്ന് കാണുന്ന ഉറപ്പാണ്. അതിന് മുൻപ് വരേണ്ട, ഞാൻ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാൻ ചിലപ്പോൾ പോകും. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അതിലേക്ക് കൂടി ഞാൻ പോകുന്നത്. അപ്പോൾ മദറും ഉണ്ടാവും. ഞാൻ ചോദിച്ച് വീടിൻ്റെ അതിലേക്ക് കൂടി റോഡുണ്ട്, അതിലൂടെ കയറിയിട്ട് ഒന്ന് പോകാം, വീടൊന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയും. വീട് കണ്ടിട്ടില്ല, എൻ്റെ പുതിയ വീടാണ് മേടിച്ചിട്ട് കോട്ടയത്ത് വന്നിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ഡാഡ, ഞാൻ സ്വർഗത്ത് പോയി കണ്ടോളാം, സ്വർഗത്ത് വെച്ച് ആ വീട് ഞാൻ കണ്ടോളാം. അതാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അതുകൊണ്ട് ആ വഴി പോകണ്ട, നമുക്ക് ഉള്ള വഴി നേരെ പോയാൽ മതി എന്ന് പറയും. അനുസരണത്തിൻ്റെ വലിയൊരു മാതൃകയല്ലേ? അത്രയും വിശ്വാസത്തിലും അത്ര സ്നേഹത്തിലും ഒത്തിരി ഇതിൽ ജീവിച്ചാണ് എൻ്റെ മോൾ ഇന്നും ഇതുവരെക്കും.
അങ്ങനെയാണ് ജീവിക്കുന്നത്. ഉറപ്പായിട്ടും ഈശോയോടുള്ള സ്നേഹത്തിൽ അവർ അത്ര ആഴപ്പെടുന്നത് കൊണ്ട് അവർക്ക് ലോകത്തിനോടുള്ള ഈ കാര്യങ്ങളോടെല്ലാം അവർക്കൊരു വിരക്തി തോന്നുന്നത് ഓട്ടോമാറ്റിക്കലി തോന്നുന്നത്, മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കുന്നതിനേക്കാള് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണല്ലോ. ഉണ്ടാവണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ആരെയും കാണാനും പറ്റത്തില്ല. അവിടെ ചെന്നൊരു ബെല്ലുണ്ട്, ആ ബെല്ലടിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ വരും. അപ്പോൾ ഒരു ടേൺ ഉണ്ട് അവിടെ, ആ ടേണിൻ്റെ അകത്താണ് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥന സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ വന്ന് ആ ടേണിൻ്റെ അകത്ത് വരാം. അവരുടെ മുഖം കാണാൻ പറ്റത്തില്ല, അവരുടെ സംസാരം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ പ്രാർത്ഥന സഹായം അവിടെ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ആ ടേണിൽ നിന്ന് അവർ കേൾക്കും, അവരകത്തോട്ട് പോകും. അതാണ് അവിടുത്തെ പൊതുവെയുള്ള ഒരു ഇത്. പിന്നെ മോളെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അനുവാദം ചോദിക്കണം. മദറിനോട് ചോദിച്ച് മാസത്തിൽ ഒരു മണിക്കൂർ നമുക്ക് പോയി കാണാം, ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ അവിടെ വരും, മോളിലോട്ട് സംസാരിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയണ്ട, മോള് തന്നെ പറയും, ടൈം നോക്കിയിട്ട് പറയും സമയമായി ഞാൻ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടേ പോവുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്, അവളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക്. അങ്ങനെയാണ് അവർ സാധാരണ ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസത്തിലും ഒരു മണിക്കൂർ കാണാം. അപ്പോൾ അപ്പച്ചനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ദേവവിളിയിൽ ഒരു കുടുംബം എത്രമാത്രം സപ്പോർട്ടീവ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പച്ച? ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ദേവവിളി ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ എതിർത്തിട്ട് ഒരു കാര്യമില്ല. ദൈവം വിളിച്ചതാണെങ്കിൽ തീർച്ചയായും അവരവിടെ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് എനിക്ക് മാത്രമല്ല, ഇപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഈ ഇതിന് എതിരായിട്ട് നിന്നവർ എല്ലാവരും ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ഒത്തിരി കാര്യത്തിന് വേണ്ടി അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയും മോളുടെ കാര്യം, മോൾ ഇന്നവരെ മിണ്ടാമരത്തിലാണെന്ന് പറഞ്ഞു, അങ്ങനെ ഭയങ്കര അവർക്ക് അങ്ങനെ പറഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുറേ ബിസിനസ്സുപരമായ കാര്യങ്ങളും ഞാൻ പറയാം, അതും എല്ലാം നടക്കുന്നത്. ചിലപ്പോൾ അവർ ഓരോ കോൺവെൻറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ എൻ്റെ അനിയൻ്റെ മോള് ഇവിടെയാണ് മിണ്ടാമരത്തിലാന്ന് പറയും. അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഭയങ്കര എല്ലാവരും ഇപ്പം സന്തോഷകരം, എല്ലാവരും വന്ന് കാണും. ആദ്യത്തെ വിഷമം, സങ്കടവും അഭിമാനവും ഒക്കെ ആയിട്ട് മാറും അല്ലേ? മാറി. അതെ. അപ്പം അപ്പച്ചനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം, അപ്പച്ചനോട് സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ ഒത്തിരി സന്തോഷം. എൻ്റെ ലൈഫാകെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആണ്. ഞാൻ പറഞ്ഞില്ല, മോള് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇപ്പോൾ വൈഫും ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് അതാണ്, സ്വർഗത്തിൽ തന്നെ ഉണ്ടെന്ന് അത്രയും പ്രാർത്ഥനയായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 2 പേർക്കാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരാൾ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരാൾ ഭൂമിയിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത്ര വലിയ സന്തോഷം എനിക്കും എൻ്റെ കുടുംബത്തിനുള്ളത്. ഈ പ്രാർത്ഥനയും ഈ ആത്മീയത, ഈ ചൈതന്യമൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ, കുടുംബത്തിന് ആ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. നമ്മോട് കൂടി ഇപ്പോൾ ഉള്ളത് മിണ്ടാമഠത്തിലെ തന്നെ ഒരു സിസ്റ്ററിൻ്റെ അമ്മയാണ്. നമുക്കപ്പോൾ അമ്മയോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അമ്മേ, നമുക്കൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? എൻ്റെ പേര് സുജ. എൻ്റെ ജീവിത പങ്കാളി ജെയിംസ്, കുട്ടിച്ചെന്ന് ഞങ്ങൾ വിളിക്കും. കുട്ടിച്ചെന്ന് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരാത്തത്. അതുകൊണ്ട് മോനും മോളുമാണ് ഞങ്ങൾക്കുള്ളത്. മോൻ ഇച്ചാച്ചൻ്റെ കൂടെ വീട്ടിലാണ്, പിന്നെ മോളാണ് കോൺവെൻറ്റിൽ ചേർന്നിരിക്കുന്നത്. കോൺവെന്റ് ചേരുന്നതിന് മുമ്പുള്ള ആ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? പഠിച്ചതൊക്കെ ചെറുപ്പത്തിലെ പതിവില്ലാതെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, മോളെ കോൺവെൻറ്റ് ചേർക്കും, ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, സമയമാകുമ്പോൾ അവർ വന്ന് വിളിക്കും എന്നൊക്കെ പറയുമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ പോവില്ല എന്നിങ്ങനെ പറയുന്ന കേൾക്കാൻ ഉള്ള ഇഷ്ടം കൊണ്ട് മാറി മാറി ഓരോരുത്തർ പറയും, അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോഴൊക്കെ എതിർത്ത് പറയുമായിരുന്നു. പിന്നീട് ഇതൊക്കെ വിട്ട് നല്ല സ്റ്റൈലായിട്ട് നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അടിച്ചു പൊളിച്ച് സിനിമയൊക്കെ കണ്ട് നല്ല ആഘോഷമായിട്ടായിരുന്നു ജീവിതം. സിസ്റ്റർ ഇപ്പം കോളേജ് ലൈഫ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ബിടെക്കിന് പഠിക്കുമായിരുന്നോ? ബിടെക്കിന് പഠിക്കും. ബിടെക് കോളേജിലൊക്കെ അത്ര അടിച്ചു പൊളിച്ച് നടന്ന ഒരാൾ മിണ്ടാമഠത്തിലേക്ക് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പം ആൻറ്റിയുടെയും പപ്പാടെയും ഒക്കെ എന്തായിരുന്നു? ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് മിണ്ടാമഠത്തിൽ ചേരണമെന്ന്. പക്ഷേ ഇത് എനിക്ക് കേട്ടപ്പം ഇതൊരു വലിയ വിളിയാണല്ലോ
എന്ന് എൻ്റെ ഉള്ളിൽ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും പറയാൻ എനിക്ക് തോന്നിയതേയില്ല. ഇച്ചാച്ചനത് വല്ലാത്ത വിഷമമായിരുന്നു. കാരണം ഇച്ചാച്ചന് 5 സഹോദരങ്ങളുണ്ടായിരുന്നു, പെങ്ങന്മാർ. അവരെ ആരെയും കോൺവെൻറ്റിൽ ചേരാനൊന്നും സമ്മതിച്ചിട്ടില്ല. തന്നെയല്ല, പരിചയമുള്ള ആരെങ്കിലും കോൺവെൻറ്റിൽ പോകുന്നെന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. കേട്ട വശം നല്ലോണം വിഷമമായി പോയായിരുന്നു. പിന്നീടാണ് ഇത് ഓരോരുത്തരുടെയും ഉള്ളിൽ തോന്നുന്നതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. റിലേറ്റീവ്സിനൊക്കെ വിഷമമായിരുന്നു കാണൂല്ലേ? കാരണം നല്ല കമ്പനിയായിട്ട് നടന്ന ഒരു എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. എന്നുവെച്ചാൽ ഇത്രയും അടിച്ചു പൊളിച്ച് നടന്നിട്ട് നിർബന്ധിച്ച് വിടണതാണെന്നൊരു തോന്നൽ പോലും എല്ലാവർക്കും ഉണ്ടായി. മിണ്ടാമടത്തിലോട്ടുള്ളൊരു വിളി എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യൽ ആണല്ലോ. അപ്പം അമ്മയ്ക്ക് ഒട്ടും അത് തടസ്സപ്പെടുത്താനായിട്ട് തോന്നിയില്ലല്ലേ? അമ്മ പൂർണ്ണമായും അതിനെ അംഗീകരിക്കായിരുന്നു. അവൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലും വലിയ സന്തോഷമായിരുന്നു. തന്നെയല്ല, ഇത്രയും വലിയൊരു വിളി കിട്ടുമ്പോൾ അത് തടയാൻ നമ്മൾ ആരാ? കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനൊരു ചിന്തയാണ്. അതുകൊണ്ട് ഉള്ളിൽ ശരിക്കും സന്തോഷം തന്നെയായിരുന്നു. അതൊരു സ്പെഷ്യൽ കോളായിട്ട് തന്നെ മനസ്സിലായി അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഉണ്ടല്ലോ ആൻറ്റി, മിണ്ടാമണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലർക്ക് വേറെ മഠത്തിൽ പോയാൽ പോരെ, മിണ്ടാമഠത്തിലേക്ക് തന്നെ പോകണം. അങ്ങനെ തന്നെയായിരുന്നു. ഇച്ചാച്ചന് പ്രത്യേകിച്ചും ഇത് ഇഷ്ടമില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞപ്പം എന്നാൽ വേറെ ഏതെങ്കിലും കോൺവെൻറ്റിൽ പോയി നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് വീട്ടിൽ വരാം, അങ്ങനത്തെ സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ കോൺവെൻറ്റുകളിലൊക്കെ പോയി നോക്കിയായിരുന്നു ഇച്ചാച്ചൻ ആഗ്രഹം മാനിച്ച്. പക്ഷേ അവിടെയൊക്കെ പോകുമ്പോഴും ആ കോൺവെൻറ്റൊക്കെ നല്ലതാണ്, പക്ഷേ എൻ്റെ വിളി അതല്ല എന്നാണ് അവൾ പറയണത്. എൻ്റെ വിളി ഇതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് മിണ്ടാമഠത്തിലേക്ക് കമൻസിക്ക് പോകുന്നത്. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇവൾ പറയണത് ഇത് എനിക്കുള്ള ഭവനമാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ഉറപ്പുണ്ടായിരുന്നു എന്ന്. അത്രയും ബോധ്യത്തോടെ ആണ് ചില സയൻസ് ഒക്കെ ഇവളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈശോയുടെ അടുത്ത്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടായിരിക്കും. എന്തായിരിക്കും മിണ്ടാമഠത്തിലേക്ക് അങ്ങ് എത്തിച്ച്? നവമാലിക തന്നെയായിരുന്നോ? നവമാലിക തന്നെയാണ്, കൊച്ചു ത്രേസ്യ തന്നെയാണ് പ്രചോദനമായത്. ശരിക്കും കോട്ടയത്തെ മിണ്ടാമഠം ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു മിണ്ടാമഠം ആണല്ലോ. മിണ്ടാമഠം എന്ന് പറയുമ്പോൾ നിശബ്ദത അതിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു ആന്റിക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമായിരിക്കും. അതെ, നിശബ്ദത എന്ന് പറയുമ്പം നമ്മൾ സാധാരണ മിണ്ടാതിരിക്കുന്ന, ശബ്ദമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈശോയുമായിട്ടുള്ള ഒരു യൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം എത്രത്തോളം നമ്മൾ ഈശോയുമായിട്ട് ഒന്നായിട്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ അത്രയും സൈലൻസ് ഇവിടെ വരും. നമ്മൾ അവരെ എന്ത് ജോലി ചെയ്യുമ്പോഴും ഈശോയായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ റിലേ പോകും എന്നാണ് പറയുന്നത്. അത്രയും ഈശോയുമായിട്ട് അടുത്തിരിക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് അവർക്ക് ഇന്റർഫിയർ ചെയ്യാൻ ഒട്ടും ആഗ്രഹമില്ല. ഈശോയും അവരും മാത്രം. ഈ ലോകത്തിൽ പ്രണയിച്ച് നടക്കുന്നവരെ നമുക്ക് കാണാമല്ലോ. അവർക്ക് ശരിക്കും മറ്റാരും അവരെ ഇൻ്റർഫിയർ ചെയ്യണത് ഇഷ്ടമില്ലല്ലോ. അവർക്ക് അവരുടെ ലോകം. അതുപോലെ തന്നെ അവരെ വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല, മറ്റാരും കടന്നു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഈശോയുമായിട്ടൊരു പ്രണയത്തിലാണ് മിണ്ടാമഠത്തിലുള്ള സിസ്റ്റേഴ്സൊക്കെ. പക്ഷെ ഇവർക്കൊരു ഉല്ലാസത്തിന്റെ സമയമൊക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസവും. ആ സമയത്ത് നന്നായിട്ട് ഇവർ നല്ലവണ്ണം ചിരിയും ബഹളം ഒക്കെ ഉണ്ട്. ഒരു ദിവസം 2 മണിക്കൂർ ഉല്ലാസത്തിന്റെ സമയമാണ്. അതെ, ഉച്ചയ്ക്ക് 1 മണിക്കൂറുണ്ട്, വൈകിട്ട് രാത്രി ഒരു 1 മണിക്കൂറുണ്ട്. ആ സമയത്ത് നല്ല ഉല്ലാസമാണ്. ഷെയറിങ്ങും വർത്തമാനവും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ പുറത്ത് നിൽക്കുകയാണെങ്കിൽ കേൾക്കാൻ പോലും പറ്റും, അത്രയ്ക്ക് സന്തോഷമാണ്. ആ ഒരു സമയത്ത് അവര് പൂർണ്ണമായും അതിലേക്കാണ്, എൻജോയ്മെന്റിന് വേണ്ടി മാത്രമല്ലേ. ശരിക്കും അത് തന്നെയല്ല, ഉല്ലാസം നിർബന്ധമാണെന്ന് പറയും, മാറി നിൽക്കത്തില്ല ആരും, എല്ലാവരും ഇത് ആവശ്യമാണെന്ന്. ഈ ഒരു നിശബ്ദതയില് ഈശോയുടെ സ്വരം തിരിച്ചറിയാൻ വേണ്ടി അതൊക്കെ അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കും അല്ലേ ആന്റി? അല്ലാതെ അവരിങ്ങനെ ഞെരുങ്ങി അങ്ങനെയൊന്നും അല്ല. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അവിടെ പോകുന്നവർക്കല്ലേ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ സപ്രസ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും അത് പൊട്ടി പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ശരിക്കും ആ വിളി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾസ് അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 3 മാസം വന്ന് നിന്ന് നോക്കാൻ പറയും. കമാൻസി ഉണ്ടല്ലോ, അപ്പം വന്ന് നിന്ന് നോക്കി ബോധ്യം വന്നിട്ടും പിന്നെ വീട്ടിൽ തിരിച്ചു പോയിട്ടാണ് തീരുമാനം എടുത്ത് തിരിച്ചു വരുന്നത്. സഹനങ്ങളെ അത്ര ഇഷ്ടപ്പെടുന്നവരാണല്ലേ.
അങ്ങനെയാണ് കാണുന്നത്. അവരൊന്നും പറയില്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് അതൊരു വേറെ ലോകമാണല്ലോ, ഗ്രില്ലിന്റെ അപ്പുറത്തേക്ക് അത് ഗ്രില്ലിനെ അവർ പറയണത് അങ്ങനെയാണ്. ലോകത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ ആണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ സെപ്പറേഷൻ അല്ലേ? സ്പിരിച്വൽ സെപ്പറേഷൻ, ഫിസിക്കലി ഒരു സെപ്പറേഷനും ഉണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വൽ സെപ്പറേഷൻ. ഇതിനപ്പുറത്ത് മറ്റൊരു ലോകമാണ്. പൂർണ്ണമായി ആനന്ദിക്കുന്നത് അല്ലേ, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം. പുറത്ത് ലോകത്തിലുള്ളവർ നോക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണ് അകത്തുള്ളതെന്ന് പറയുക, പക്ഷേ അവർ ശരിക്കും ആനന്ദം അനുഭവിക്കുന്നു. ഈ മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ, ലോകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, കാരണം ലോകത്തിന് ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ ഇഷ്ടം മുഴുവൻ, ഞങ്ങളുടെ സ്നേഹം മുഴുവൻ ഈശോയോടാണ്. ഈശോയോടുള്ള ഇഷ്ടം മാത്രം, അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. മറ്റേ ദാരിദ്ര്യമൊക്കെ അവരുടെ അവകാശമാണെന്ന് അവർ പറയണത്. പ്രൊഫഷൻ്റെ സമയത്ത് പിതാവ് പറഞ്ഞായിരുന്നു, ഈ സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് വന്ന ഈ കൊച്ചിങ്ങനെ ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു എന്ന്. ആൻറ്റിയുടെ മുഖത്ത് ഞങ്ങൾക്ക് ആ സന്തോഷം ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട്. സ്പെയിനിൽ നിന്ന് വന്ന ഒരു സിസ്റ്ററുണ്ട്, 23 വയസ്സിലാണ് അവിടെ നിന്ന് വന്നത്. മരിച്ചത് 68 വർഷം അവിടെ ജീവിച്ചതിന് ശേഷമാണ്. അവിടെ നിന്ന് പോരുമ്പം വീട്ടുകാരെ എല്ലാം കണ്ട് ഹഗ് ചെയ്ത് യാത്ര പറഞ്ഞിട്ടാണ് പോരുന്നത്, ഇനി നമുക്ക് സ്വർഗത്തിൽ കാണാമെന്ന്. ഇത്രയോ 23 വയസ്സിലൊക്കെ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം അന്ന് അനുഭവിച്ച ആ ഒരു ഇതെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അവിടെയുള്ള പല സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ. BEdന് പഠിക്കാൻ വന്ന ഒരു കുട്ടി വിമലഗിരി പള്ളിയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ വലിയ മതിൽ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു അട്രാക്ഷൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ട് പിന്നീട് ഇവിടെ സിസ്റ്റർ ആവാൻ വന്നു. 2 മക്കളുള്ളതിൽ ഒരാളെ മഠത്തിൽ, അത് മിണ്ടാമഠത്തിൽ വിട്ട ഒരമ്മയാണ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിച്ചത്. ആ ഒരു മഠത്തിൻ്റെ ചൈതന്യവും പവിത്രതയും എല്ലാം നമുക്ക് മനസ്സിലാവും. ഇപ്പം മോള് മഠത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ? മോള് പോണ സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു, ഇച്ചാച്ചൻ അസുഖമാണല്ലോ, സുഖമില്ല, പാർക്കിൻസൺ പേഷ്യൻ്റാണ്, അപ്പം ഈ സമയത്ത് നിൻ്റെ ഉത്തരവാദിത്തം അപ്പനെ നോക്കുക എന്നുള്ളതാണെന്ന് പറയുമായിരുന്നു. അപ്പം അവൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കല്യാണമാണ് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുമോ, മിണ്ടാമഠത്തിൽ ചേരണം എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം ശരിക്കും ശബ്ദത്തിൽ പോലും അല്ലെങ്കിൽ ആ സംസാരിക്കുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടും അതിന് മാറ്റമില്ല എന്നുള്ള രീതിയിലൊരു അതിന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും. യഥാർത്ഥമായിട്ട് തിരിച്ച് മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ശരിക്കും ഞങ്ങൾ ഇച്ചാച്ചന് സുഖമില്ല, പിന്നെ നമ്മൾ കുറച്ച് എങ്ങനെ ഇത് നടത്തും എന്നൊക്കെ ഓർത്ത് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ മോളോട് ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ധൈര്യമായിട്ടിരുന്നോ, എല്ലാ കാര്യങ്ങളും ശരിയാക്കും, എല്ലാം ശരിയായിക്കോളും, ധൈര്യമായിട്ടിരുന്നോ, പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഈശോ എല്ലാം നടത്തി തരും. അങ്ങനെ നമുക്ക് വലിയൊരു ധൈര്യമാണ് കിട്ടുന്നത്. അവൾ മാത്രമല്ല, ആ സിസ്റ്റേഴ്സ് എല്ലാവരും നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത്, അവർ ഓരോന്ന് കാഴ്ചവെച്ച് മോന് സമ്മാനമായിട്ട് കൊടുത്തത് അവരുടെ ഇങ്ങനെ ത്യാഗങ്ങളും അവരുടെ കുർബാനയും അവരുടെ ആരാധന, അങ്ങനെ ഇത്ര മണിക്കൂർ ആരാധന, അതൊക്കെയാണ് മോന് സമ്മാനമായിട്ട് പോലും കൊടുത്തത്. അപ്പം അവരുടെ എല്ലാവരുടെയും ആ ശക്തമായിട്ട് പ്രെയർ സപ്പോർട്ട് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഈ മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെയൊക്കെ പ്രാർത്ഥനയും കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതെന്നുള്ളതേ. നമുക്കത് പ്രത്യേകം അതുപോലെ അവരുടെ സഹനങ്ങൾ, അവരുടെ ആരും അറിയാത്ത വേദനകൾ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടല്ലോ, അതുപോലെയുള്ളതൊക്കെ അവർ കാഴ്ചവെച്ചുകൊണ്ട് വൈദികർക്ക് വേണ്ടി അല്ലെങ്കിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, ഇതെല്ലാം ആരും അറിയാതെയാണ് അവരതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നത്. അവരുടെ ആ പുണ്യങ്ങളായിരിക്കും നമുക്കൊക്കെ കിട്ടുന്നത്. ലോകം ഒരു ദിശയിൽ ഓടുമ്പോൾ ഓടുന്നവർക്ക് വേണ്ടി പുറകെ നിന്ന് കട്ടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരുവറ്റം സിസ്റ്റേഴ്സ്, സന്യാസി സമൂഹം. ഒത്തിരി സന്തോഷമുണ്ട്. ഈ വിളി, മിണ്ടാമഠത്തിലേക്കുള്ള ഒരു വിളി വലിയൊരു ദൈവാനുഗ്രഹമായിട്ട്, വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കി തിരിച്ചറിയേണ്ടതാണ്. അത് ഈ സിസ്റ്റേഴ്സിൻ്റെ വില നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.